ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലെ നമ്മുടെ വായനഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളാകുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികൾ 3-ാം അധ്യായം 2-ാം വാക്യം. അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്നു. യേശുക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷ കാലത്ത് ചെയ്ത സൗഖ്യദായക ശുശ്രൂഷ പരിശുദ്ധാത്മ പ്രേരിതരായ ശിഷ്യഗണത്തിലൂടെ തുടർന്നു പോകുന്നത് അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പെന്തക്കോസ്ത് പെരുന്നാളിനു ശേഷം ദൈവാലയത്തിലേക്ക് പോകുന്ന പത്രോസിനെയും യോഹന്നാനെയും അവരിലൂടെ നടക്കുന്ന സൗഖ്യദായക ശുശ്രൂഷയുമാണ് അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ പരാമർശിച്ചിരിക്കുന്ന സുന്ദരം എന്ന ഗോപുരം ദൈവാലയത്തിൻ്റെ കിഴക്ക് വശത്തുള്ള നിഖാനോർ ഗേറ്റിനെ ആയിരിക്കാം സൂചിപ്പിക്കുന്നത്. അത് ദൈവാലയത്തിൽ നിന്ന് സ്ത്രീകളുടെ പ്രാകാരത്തിലേക്കുള്ള ഒരു കവാടമാണ്. അതിനാൽ അനേകം പേർ ഈ ഗേറ്റ് ഉപയോഗിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നു. മാത്രമല്ല, ഈ ഗേറ്റ് ഭിക്ഷക്കാർക്ക് ആദായകരമായ ഒരു നല്ല താവളം ആയിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവിടെയാണ് നമ്മൾ ഈ മുടന്തനായ ഭിക്ഷക്കാരനെ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ ചില പ്രത്യേകതകൾ. ഒന്നാമതായിട്ട്, അദ്ദേഹത്തിൻ്റെ തൊഴിലിടം അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. ജീവിതത്തിൽ വന്നു ഭവിച്ച വൈകല്യങ്ങളോട് അനുകൂലപ്പെട്ട് ജീവിച്ചിരുന്ന വ്യക്തി. അദ്ദേഹത്തിൻ്റെ പച്ചയായ ജീവിത അനുഭവങ്ങൾ അവിടെ വിവരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. ഒന്ന്, അമ്മയുടെ ഗർഭം മുതൽ അദ്ദേഹം മുടന്തൻ, ജന്മന വൈകല്യമുള്ളവൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നത് ഗർഭം മുതലേ മുടന്തനായിരുന്നു എന്ന്. രണ്ടാമതായിട്ട്, അദ്ദേഹത്തെ ചിലർ ചുമന്നു കൊണ്ടുവരുന്നു എന്ന് 3-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാം. ഇവിടെ ഒന്നിൽ കൂടുതൽ വ്യക്തികളുടെ സഹായം അദ്ദേഹത്തിന് ആവശ്യമായി വന്നിരുന്നു എന്ന് നമുക്ക് കാണാം. 3, ഭിക്ഷാടനം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ തൊഴിൽ. ദൈവാലയത്തിൽ വരുന്നവരോടായിരുന്നു അദ്ദേഹം ഭിക്ഷ യാചിച്ചു കൊണ്ടിരുന്നത്. 4-മതായിട്ട് അവിടെ പറയുന്നത് ദിനം പ്രതി അദ്ദേഹം അവിടെ ഇരിക്കുമാറുണ്ട് എന്ന്. അവന് വിശ്രമമില്ല, ഇടവേള ഇല്ലാതെ അധ്വാനിക്കുന്ന വൈകല്യമുള്ള ഒരു വ്യക്തിയെയാണ് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. കാലങ്ങളായി ഭിക്ഷാടനത്തിലൂടെ ലഭിച്ച ലാഭമോ അവനെ ചുമന്നുകൊണ്ട് വന്നവരിൽ നിന്നോ ദീർഘവർഷമായി അവനെ കണ്ടുകൊണ്ടിരുന്ന സമൂഹത്തിനോ അവനിലൊരു മാറ്റം വരുത്തുവാനായിട്ട് സാധിച്ചിട്ടില്ല. അതിനാൽ അവൻ്റെ ജീവിത സാഹചര്യങ്ങളുമായി ഇഴുകിച്ചേർന്ന് ജീവിക്കുന്നതാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത്തരത്തിൽ ആരുടെയും സഹായമില്ലാത്ത, ആരുടെയും കണ്ണിൽപ്പെടാത്ത അനേക ജീവിതങ്ങൾ ഇന്ന് നമുക്ക് ചുറ്റിലും ഉണ്ട്. ഇത്തരത്തിൽ മുടന്തിപ്പോയ ജീവിതങ്ങളെ കൈപിടിച്ചുയർത്തുവാൻ, അവരോടൊപ്പം നടക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ ഈ അപ്പോസ്തലന്മാരിലൂടെ അവന് സൗഖ്യം ലഭിക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. രണ്ടാമതായിട്ട്, സൗഖ്യം പുതിയ ദർശനത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നു. ഈ മനുഷ്യന് ദൈവാലയവും ദൈവാലയ ഗോപുരവും തിരസ്കരണത്തിൻ്റെ ഇടങ്ങളായിരുന്നു. ദൈവാലയത്തിൻ്റെ പ്രാകാരങ്ങളും ആരാധനയും ഒക്കെ അവന് തിരസ്കരണത്തിൻ്റെ ഇടങ്ങളായിരുന്നു. അവന് മുമ്പിൽ ആ വാതിലുകൾ അടഞ്ഞു തന്നെ കിടന്നിരുന്നു. തീർത്ഥാടകർക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായുള്ള ഒരു വസ്തു മാത്രമായിരുന്നു ആ മനുഷ്യൻ. ഇവിടെ നടക്കുന്ന സൗഖ്യദായക ശുശ്രൂഷ മുടന്തനെയും ആ സമൂഹത്തെയും പുത്തൻ ദർശനങ്ങളിലേക്ക് നയിക്കുന്നു. ഇവിടെ 8-ാം വാക്യത്തിൽ പറയുന്നത്, 1, അവൻ കുതിച്ചെഴുന്നേറ്റു. 2, അവൻ നടക്കുകയും തുള്ളുകയും ചെയ്തുകൊണ്ട് ദൈവത്തെ പുകഴ്ത്തുന്നു. 3, ദൈവാലയത്തിൽ അവൻ കടന്നു. അവന് ഇത്രയും മാറ്റങ്ങൾ വന്നുവെങ്കിൽ അവിടെ കൂടി നിന്നവർ അത് കണ്ട് വിസ്മയവും പരിഭ്രമവും നിറഞ്ഞവരായിട്ട് തീരുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം ഇങ്ങനെയുള്ളവരെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരെ കരുതുവാനും സ്നേഹിക്കുവാനും നമുക്ക് സാധിക്കണം. നമുക്ക് ആരോഗ്യമുണ്ട്, നമ്മുടെ കുഞ്ഞുങ്ങൾ പൂർണ്ണരാണ്. എന്നാൽ പ്രിയമുള്ളവരെ, അനേക ജീവിതങ്ങൾ ഇത്തരത്തിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് വേദനിക്കുന്നുണ്ട്. ഇത്തരത്തിൽ വളരെ പ്രയാസം അനുഭവിക്കുന്ന അനേകർ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ എല്ലാവർക്കും അവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ ഒരു നിമിഷം നമുക്ക് അങ്ങനെയുള്ള കുഞ്ഞുങ്ങളെ ഓർക്കാം. അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ വ്യത്യസ്തമായ ആവശ്യങ്ങളെ, അവരുടെ ജീവിത സാഹചര്യങ്ങളെ ഒക്കെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, വ്യത്യസ്ത കഴിവുകൾക്കുടമകളായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കുന്നു. അവരുടെ എല്ലാ വിധത്തിലുമുള്ള ജീവിത സാഹചര്യങ്ങളെ ഞങ്ങൾ ഓർക്കുന്നു. അനുഗ്രഹകരമായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ അവരെയും അവിടുന്ന് സഹായിക്കണമേ. ആമേൻ.